ഹലോ എവരി വൺ, എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ ഞാൻ ഇന്നത്തെ കറണ്ട് അഫയേഴ്സാണ് ഡിസ്കസ് ചെയ്യുക. അപ്പോൾ ഇന്ന് സെപ്റ്റംബർ 12 അപ്പോൾ ഇന്നലെ വരെയുള്ള ന്യൂസാണ് ഞാൻ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് ഫസ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. രാജസ്ഥാൻസ് ബാർമർ ഗെറ്റ്സ് എമർജൻസി ലാൻഡിംഗ് ഫെസിലിറ്റി ഓൺ എ സട്ട ഗന്ധവ് സ്ട്രെച്ച്. അപ്പോൾ രാജസ്ഥാനിലെ ബാർമർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് അവിടെ എമർജൻസി ലാൻഡിംഗ് ഫെസിലിറ്റി, സട്ട ഗന്ധവ് സ്ട്രെച്ചിൻ്റെ എമർജൻസി ലാൻഡിംഗ് ഫെസിലിറ്റി ലഭിച്ചു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഡിഫൻസ് മിനിസ്റ്റർ രാജ്നാഥ് സിംഗ് ആൻഡ് മിനിസ്റ്റർ ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേസ് നിതിൻ ഗഡ്കരി ഇനോഗ്രേറ്റഡ് ആൻ എമർജൻസി ലാൻഡിംഗ് ഫീൽഡ് ആൻഡ് ഓൾസോ വിറ്റ്നസ് എയർക്രാഫ്റ്റ് ഓപ്പറേഷൻസ് ഓൺ ELF ഓൺ NH 925 അറ്റ് ഗന്ധവ് ബക്കാസർ സെക്ഷൻ NH 925 south of Barmer, Rajasthan. But this is the first time a national highway will be used for emergency landing of aircrafts of IAF. അപ്പോൾ എമർജൻസി ലാൻഡിംഗ് ഓഫ് എയർക്രാഫ്റ്റ് അതായത് ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ എയർക്രാഫ്റ്റ്സിൻ്റെ എമർജൻസി ലാൻഡിങ്ങിന് വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റിയാണ്. അതിനുള്ള എമർജൻസി ലാൻഡിംഗ് ഫെസിലിറ്റിയാണ് സട്ട ഗന്ധവ് സ്ട്രെച്ചിൽ രാജസ്ഥാനിലെ ബാർമർ എന്ന് പറയുന്ന സ്ഥലത്തിന് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ഡിഫൻസ് മിനിസ്റ്റർ രാജ്നാഥ് സിംഗും അതേപോലെ മിനിസ്റ്റർ ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേസ് ആയ നിതിൻ ഗഡ്കരിയാണ് ഈ ഒരു എമർജൻസി ലാൻഡിംഗ് ഫീൽഡ് ഇനോഗ്രേറ്റ് ചെയ്തത്. അപ്പോൾ രാജസ്ഥാൻ റിലേറ്റഡ് ന്യൂസ് ആയതുകൊണ്ട് നമുക്ക് രാജസ്ഥാൻ്റെ കുറച്ച് സ്റ്റാറ്റിക് GK നോക്കാം. രാജസ്ഥാൻ്റെ ക്യാപിറ്റലാണ് ജയ്പൂർ. രാജസ്ഥാൻ്റെ ചീഫ് മിനിസ്റ്ററുടെ പേരാണ് അശോക് ഗെഹ്ലോട്ട്. രാജസ്ഥാൻ ഗവർണറുടെ പേരാണ് കൽരാജ് മിശ്ര. പിന്നെ കുറച്ച് നാഷണൽ പാർക്സ് ഉണ്ട് രാജസ്ഥാനിൽ. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. രത്തംബോർ നാഷണൽ പാർക്ക്, സരിസ്ക നാഷണൽ പാർക്ക്, ക്യുലാഡിയോ നാഷണൽ പാർക്ക് ആൻഡ് ഡെസേർട്ട് നാഷണൽ പാർക്ക്. ഇതൊക്കെ രാജസ്ഥാനിലത്തെ നാഷണൽ പാർക്കിൻ്റെ പേരാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഉള്ള നാഷണൽ പാർക്സിൻ്റെ പേരാണ് ഇതൊക്കെ. ഇനി വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് നോക്കാം. ബാസി വൈൽഡ് ലൈഫ് സാങ്ച്വറി, സാംബാർ വൈൽഡ് ലൈഫ് സാങ്ച്വറി, കുംബൽഗർ വൈൽഡ് ലൈഫ് സാങ്ച്വറി, ദാര വൈൽഡ് ലൈഫ് സാങ്ച്വറി, ഷേർഗർ വൈൽഡ് ലൈഫ് സാങ്ച്വറി. ഇതൊക്കെ രാജസ്ഥാനിലത്തെ വൈൽഡ് ലൈഫ് സാങ്ച്വറികളുടെ പേരാണ്. പിന്നെ മാഹി ബൻസ്വാര അറ്റോമിക് പവർ പ്ലാന്റും ബൻസ്വാര അറ്റോമിക് പവർ പ്ലാന്റ് രാജസ്ഥാനിലാണുള്ളത്. ബിസാൽപൂർ ഡാം, ബാനസ് റിവറിലത്തെ ബിസാൽപൂർ ഡാം രാജസ്ഥാനിലാണുള്ളത്. പിന്നെ പിച്ചോറ ലേക്ക്, അതൊരു ആർട്ടിഫിഷ്യൽ ഫ്രഷ് വാട്ടർ ലേക്കാണ്, അതും രാജസ്ഥാനിലാണുള്ളത്, പിച്ചോറ ലേക്ക്. അടുത്ത ന്യൂസ്, ഗവൺമെൻറ് ലോഞ്ചസ് മേംബി ഡിജിറ്റൽ 3.0 ക്യാമ്പയിൻ ഫോർ ഡിജിറ്റൽ ഓൺബോർഡിംഗ് ആൻഡ് ട്രെയിനിങ് ഫോർ സ്ട്രീറ്റ് വെൻഡേഴ്സ്. അപ്പോൾ ഡിജിറ്റൽ ഓൺബോർഡിംഗ് അവരെ ചേർക്കാനും അതേപോലെ ട്രെയിനിങ്ങിനും സ്ട്രീറ്റ് വെൻഡേഴ്സിൻ്റെ ട്രെയിനിങ്ങിനും വേണ്ടിയിട്ടുള്ള മേംബി ഡിജിറ്റൽ 3.0 ക്യാമ്പയിൻ ഗവൺമെൻറ് ലോഞ്ച് ചെയ്തു. അപ്പോൾ എക്സാക്റ്റ് മിനിസ്ട്രി ഇതാണ്, മിനിസ്ട്രി ഓഫ് ഹൗസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സ് ഇൻ കൊളാബറേഷൻ വിത്ത് ദ മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി. അപ്പോൾ മിനിസ്ട്രി ഓഫ് ഹൗസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സും അതേപോലെ മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജിയും കൂടിയിട്ടാണ് ഈ ഒരു പൈലറ്റ് ഡ്രൈവ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ പേരാണ് മേംബി ഡിജിറ്റൽ 3.0, ഒരു സ്പെഷ്യൽ ക്യാമ്പയിൻ ഫോർ ഡിജിറ്റൽ ഓൺബോർഡിംഗ് ആൻഡ് ട്രെയിനിങ് ഓഫ് സ്ട്രീറ്റ് വെൻഡേഴ്സ് അണ്ടർ PM സ്വാനിധി സ്കീം അക്രോസ് 233 cities in the country. The drive is in line with Prime Minister Narendra Modi's vision of a Sabka Saath Sabka Vikas. അപ്പോൾ പ്രൈം മിനിസ്റ്ററുടെ വിഷൻ ഓഫ് സബ്കാ സാത്ത് സബ്കാ വികാസിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ക്യാമ്പയിനാണ് ഈ മേബി ഡിജിറ്റൽ 3.0 എന്ന് പറഞ്ഞിട്ടുള്ളത്. അത് എന്തിനു വേണ്ടിയുള്ളതാണ്? സ്ട്രീറ്റ് വെൻഡേഴ്സിൻ്റെ അവർക്ക് ട്രെയിനിങ് കൊടുക്കാനും ഡിജിറ്റലായിട്ട് അവരെ കൊണ്ടുവരാനും അതേപോലെ അവർക്ക് അതിന് വേണ്ട ട്രെയിനിങ് കൊടുക്കാനും വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു മേബി ഡിജിറ്റൽ 3.0 എന്ന് ഒരു ക്യാമ്പയിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണിപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അടുത്ത ന്യൂസ്, US ടെക് ജയൻറ്റ് അഡോബ്. നിങ്ങൾ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അഡോബ് അറിയുന്നുണ്ടാവും. ഫോട്ടോഷോപ്പ് അതേപോലെ പല PDF ഓപ്പണർ എല്ലാം അഡോബിൻ്റെയാണ് വരുന്നത്. അപ്പോൾ ആ കമ്പനി US ടെക് ജയൻറ്റ് അഡോബ് അപ്പോയിൻറ്റ്സ് പ്രതിഭ മോഹപത്ര ആസ് ഇന്ത്യ MD ആൻഡ് VP. അപ്പോൾ പ്രതിഭ മോഹപത്രനെ വൈസ് പ്രസിഡൻറ്റ് ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ഫോർ അഡോബ് ഇന്ത്യയുടെ വൈസ് പ്രസിഡൻറ്റും മാനേജിംഗ് ഡയറക്ടറുമായിട്ട് അപ്പോയിൻമെൻറ്റ് നടത്തിയെന്നാണ് പറഞ്ഞിട്ടുള്ളത്.
In this role, Mohapatra will lead Adobe's India business across Adobe Experience Cloud, Adobe Creative Cloud, and Adobe Document Cloud, reporting to Simon Tail, Adobe's president of for Asia Pacific. അപ്പോൾ ന്യൂസ് ഇതാണ്. US ടെക് ജയൻ്റായ അഡോബ് പ്രതിഭ മോഹപത്രേനെ MD ആൻഡ് CEO അഡോബ് ഇന്ത്യയുടെ MD ആൻഡ് വൈസ് പ്രസിഡൻ്റായിട്ട് അപ്പോയിൻറ്റ് ചെയ്തു. അടുത്ത ന്യൂസ്, ഇന്ത്യ ഹോസ്റ്റ് ഫസ്റ്റ് എവർ 2+2 മിനിസ്റ്റീരിയൽ ഡയലോഗ്. അപ്പോൾ ഫസ്റ്റ് 2+2 മിനിസ്റ്റീരിയൽ ഡയലോഗ് ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള ഫസ്റ്റ് 2+2 മിനിസ്റ്റീരിയൽ ഡയലോഗ് ഹോസ്റ്റ് ചെയ്തു ഇന്ത്യയിൽ വെച്ചാണ് ആ മീറ്റിംഗ് നടന്നത്. India and Australia began a high-level foreign and defense ministerial dialogue and aimed at further ramping up their overall defense and strategic cooperation, including in the Indo-Pacific amid China's increasing military assertiveness in the region. External Affairs Minister S. Jaishankar. അപ്പോൾ External Affairs Minister ആരാണ്? S. Jaishankar ആണ്. And Defense Minister Rajnath Singh held the inaugural 2+2 talks in New Delhi. അവരാണ് ഫസ്റ്റ് 2+2 ടോക്സിൻ്റെ ന്യൂഡൽഹിയിൽ നടന്ന 2+2 ടോക്സിൽ അറ്റൻഡ് ചെയ്തത്. അപ്പോൾ ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള ഒരു മീറ്റിംഗ് ആണിത്. അപ്പോൾ ഓസ്ട്രേലിയയുടെ സ്റ്റാറ്റിക് ഫാക്ട്സ് നമുക്ക് നോക്കാം. സ്റ്റാറ്റിക് ഫാക്ട്സ്, ഓസ്ട്രേലിയയുടെ ക്യാപിറ്റലാണ് കാൻബറ, കറൻസിയാണ് ഡോളർ. ഓസ്ട്രേലിയൻ ക്യാപിറ്റൽ കാൻബറ, ഡോളർ. ഇനി അടുത്ത ന്യൂസ്, സൂസന്ന ക്ലാർക്ക് വിൻസ് വുമൻസ് പ്രൈസ് ഫോർ ഫിക്ഷൻ 2021. അപ്പോൾ സൂസന്ന ക്ലാർക്കിന് വുമൻസ് പ്രൈസ് ഫോർ ഫിക്ഷൻ 2021 കിട്ടി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഓതർ സൂസന്ന ക്ലാർക്ക് വൺ ദ വുമൻസ് പ്രൈസ് ഫോർ ഫിക്ഷൻ 2021 ഫോർ ഹെർ നോവൽ പിരാനേസി. ഈ നോവലിന് വേണ്ടിയിട്ടാണ് കിട്ടിയത്, ഈ നോവലിനാണ് കിട്ടിയത്. അപ്പോൾ സൂസന്ന ക്ലാർക്കാണ് വുമൻസ് പ്രൈസ് ഫോർ ഫിക്ഷൻ 2021 നേടിയത്. നോവലിസ്റ്റ് ആൻഡ് ബുക്കർ വിന്നർ ബെർണാർഡൈൻ എവാരിസ്റ്റോ ചെയർഡ് ദ വുമൻസ് പ്രൈസ് ജഡ്ജിങ് പാനൽ ദിസ് ഇയർ. അപ്പോൾ ജഡ്ജിങ് പാനലിൽ ഉണ്ടായിരുന്നത് ബെർണാർഡൈൻ എവാരിസ്റ്റോ ആണ്. പിന്നെ പിറാനേസി ഈസ് നറേറ്റഡ് ബൈ എ മാൻ ലിവിങ് ഇൻ ലേബറിത്തൈൻ സ്റ്റാച്ചു ഫീൽഡ് ഹൗസ് alone except for a visitor known as the other that comprises his whole universe. അപ്പോൾ സൂസന്ന ക്ലാർക്ക് ഇംഗ്ലീഷ് ഓതറാണ്. അവരുടെ ആദ്യത്തെ നോവൽ ജോനാഥൻ സ്ട്രേഞ്ച് ആൻഡ് മിസ്റ്റർ നോറൽ എന്നാണ് ആദ്യത്തെ നോവലിൻ്റെ പേര്. അടുത്ത ന്യൂസ്, ICRI SAT, അതിന് നമുക്ക് ഷോർട്ടായിട്ട് ഇക്രിസാറ്റ് എന്ന് പറയാം. ഇക്രിസാറ്റ് അവാർഡ് 2021 ആഫ്രിക്ക ഫുഡ് പ്രൈസ്. അപ്പോൾ ഇക്രിസാറ്റ് 2021 ആഫ്രിക്ക ഫുഡ് പ്രൈസ് അവാർഡ് ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇക്രിസാറ്റിൻ്റെ ഫുൾ ഫോം എന്താണെന്ന് നോക്കാം. ദ ഇൻ്റർനാഷണൽ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ദ സെമി ആരിഡ് ട്രോപ്പിക്സ്, അതാണ് ഇക്രിസാറ്റിൻ്റെ ഫുൾ ഫോം. ഹാസ് ബീൻ അവാർഡഡ് ദ 2021 ആഫ്രിക്ക ഫുഡ് പ്രൈസ് ഫോർ വർക്ക് ദാറ്റ് ഇംപ്രൂവ്ഡ് ഫുഡ് സെക്യൂരിറ്റി അക്രോസ് 13 countries in sub-Saharan Africa. ICRISAT, CGIAR Research Center, is a not-profit, non-political, public international research organization that conducts agricultural research in development in Asia. അപ്പോൾ ഏഷ്യയിലെ അഗ്രികൾച്ചറൽ റിസർച്ച് ഒക്കെ കണ്ടക്ട് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷനാണ് ഈ ഇക്രിസാറ്റ് എന്ന് പറയുന്നത്. ഇക്രിസാറ്റ് ഹൈദരാബാദിന് അടുത്തുള്ള പതഞ്ചേരു എന്ന് പറയുന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ന്യൂസ്, പ്രസിഡന്റ് രാംനാഥ് കോവിന്ദ് അപ്പോയിൻറ്റ്സ് ന്യൂ ഗവർണേഴ്സ് ടു തമിഴ്നാടു, ഉത്തരാഖണ്ഡ്, പഞ്ചാബ് ആൻഡ് നാഗാലാൻഡ്. അപ്പോൾ ഈ സ്ഥലങ്ങൾക്ക് പുതിയ ഗവർണറെ നിയമിച്ചു, അപ്പോയിൻറ്റ് ചെയ്തു എന്നാണ് ന്യൂസ്. അപ്പോൾ ഏതൊക്കെയാണ് പുതിയ ഗവർണേഴ്സ് എന്ന് നോക്കാം. പ്രസിഡന്റ് രാംനാഥ് കോവിന്ദ് ഹാസ് അപ്പോയിൻറ്റഡ് ന്യൂ ഗവർണേഴ്സ് ഇൻ 4 states. 4 സ്റ്റേറ്റുകളിലാണ് പുതിയ ഗവർണറെ അപ്പോയിൻറ്റ് ചെയ്തത്. അപ്പോൾ ലഫ്റ്റനൻറ്റ് ജനറൽ ഗുർമിത് സിംഗ് ഗവർണർ ഓഫ് ഉത്തരാഖണ്ഡായിട്ട് അപ്പോയിൻറ്റ് ചെയ്തു. ബൻവറിലാൽ പുരോഹിത് തമിഴ്നാട് ഗവർണറായിരുന്നു, ഇപ്പോൾ ഗവർണർ ഓഫ് പഞ്ചാബായിട്ട് അപ്പോയിൻറ്റ് ചെയ്തു. പിന്നെ തമിഴ്നാട്ടിലെ ഗവർണർ ഇപ്പോൾ ബൻവറിലാൽ പുരോഹിത് അല്ല, RN രവിയാണ്. ഇപ്പോൾ മിനിങ്ങാന്ന് അപ്പോയിൻറ്റ് ചെയ്തിട്ടേ ഉള്ളൂ. RN രവിയാണ് ഗവർണർ ഓഫ് തമിഴ്നാടു. പിന്നെ ജഗദീഷ് മുഖി അറ്റ് പ്രസൻറ്റ് ഗവർണർ ഓഫ് ആസാമാണ്. ഹാസ് ബീൻ അപ്പോയിൻറ്റഡ് ടു ഡിസ്ചാർജ് ദ ഫങ്ഷൻസ് ഓഫ് ദ ഗവർണർ ഓഫ് നാഗാലാൻഡ്. അതായത് ആസാമിൻ്റെ ഗവർണർ ആയിക്കൊണ്ട് തന്നെ നാഗാലാൻഡിൻ്റെ ഫങ്ഷൻസും ഗവർണറുടെ ഡ്യൂട്ടീസും കൂടി ചെയ്യാനുള്ള
അഡീഷണൽ ഉത്തരവാദിത്തം നൽകി ജഗദീഷ് മുഖിക്ക്. അടുത്ത ന്യൂസ്, സെൻറ്റർ ടു ഗിവ് $3.5 billion ഇൻ ഇൻസെൻറ്റീവ്സ് അണ്ടർ റിവൈസ്ഡ് ക്ലീൻ ടെക് സ്കീംസ് ഫോർ ഓട്ടോമേക്കേഴ്സ്. അപ്പോൾ $3.5 billion ആണ് ഇൻസെൻറ്റീവ്സ് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. അത് റിവൈസ്ഡ് ക്ലീൻ ടെക് സ്കീംസ് ഓട്ടോമേക്കേഴ്സിനുള്ളതാണ്. അവർക്ക് $3.5 billion കൊടുക്കാനാണ് സെൻറ്റർ തീരുമാനിച്ചിട്ടുള്ളത്. ഇന്ത്യ വിൽ ഗിവ് അബൌട്ട് $3.5 billion ഇൻ ഇൻസെൻറ്റീവ്സ് ടു ദ ഓട്ടോ കമ്പനീസ് ഓവർ എ 5-year പീരീഡ് under a revised scheme to boost the manufacturing and export of clean technology vehicles. അപ്പോൾ അത് എന്തിനാണ് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അണ്ടർ എ റിവൈസ്ഡ് സ്കീം ടു ബൂസ്റ്റ് ദ മാനുഫാക്ചറിങ്ങും അതേപോലെ എക്സ്പോർട്ടിങ്ങും നടത്താൻ വേണ്ടിയിട്ടാണ്. ക്ലീൻ ടെക്നോളജി വെഹിക്കിൾസിൻ്റെ മാനുഫാക്ചറിങ് എക്സ്പോർട്ടിങ്ങും നടത്താൻ വേണ്ടിയിട്ടാണ് ഈ തുക ചെലവഴിക്കാമെന്ന് ഗവൺമെൻറ് കൊടുക്കാമെന്ന് വെച്ചിട്ടുള്ളത്. The government's original plan was to give about $8 billion. $8 billion ആണ് ഇതിൻ്റെ മുമ്പ് കൊടുക്കാൻ തീരുമാനിച്ചിരുന്നത്. ഓട്ടോമേക്കേഴ്സ് ആൻഡ് part manufacturers to promote mainly gasoline technology with added benefits for electric vehicles. അപ്പോൾ ഇലക്ട്രിക് വെഹിക്കിൾസിന് ഇമ്പോർട്ടൻസ് കൊടുത്തതുകൊണ്ട് ഇപ്പോൾ $8 billion എന്നുള്ളത് $3.5 billion ആയി ചുരുക്കിയിരിക്കുകയാണ്. അടുത്ത ന്യൂസ്, ഇന്ത്യ ടു കമ്മീഷൻ INS ധ്രുവ് ഫസ്റ്റ് ലോങ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈൽ ട്രാക്കിംഗ് ഷിപ്പ്. അപ്പോൾ ഇന്ത്യ INS ധ്രുവ് ഫസ്റ്റ് ലോങ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈൽ ട്രാക്കിംഗ് ഷിപ്പ്, അതായത് ലോങ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈൽ അതിനെ ട്രാക്ക് ചെയ്യുന്ന ഷിപ്പ് ഇന്ത്യ കമ്മീഷൻ ചെയ്തു. അതിൻ്റെ പേരാണ് INS ധ്രുവ്. അപ്പോൾ ദ INS ധ്രുവ് ഇസ് എ റിസർച്ച് വെസൽ ആൻഡ് മിസൈൽ റേഞ്ച് ഇൻസ്ട്രുമെൻറ്റേഷൻ ഷിപ്പ് ബിൽഡ് ബൈ ഇന്ത്യാസ് ഹിന്ദുസ്ഥാൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ്. The ship can gather electronic intelligence and will be used to track missiles and satellites to aid India's strategic weapons and anti-ballistic missiles. It will be jointly operated by National Technical Research Organization DRDO. അപ്പോൾ DRDO ആയിരിക്കും അത് ഓപ്പറേറ്റ് ചെയ്യുക. നാഷണൽ ടെക്നിക്കൽ റിസർച്ച് ഓർഗനൈസേഷനും DRDO ആയിരിക്കും ജോയിൻ്റ്ലി ഓപ്പറേറ്റ് ചെയ്യുക. അപ്പോൾ ദ 10,000 ton വെസൽ കമ്മീഷൻഡ് ഫ്രം വിശാഖപട്ടണം ഇൻ ആന്ധ്രാപ്രദേശ്. അപ്പോൾ ഈ ഒരു വെസൽ, അതായത് INS ധ്രുവ് കമ്മീഷൻ ചെയ്തത് വിശാഖപട്ടണം, ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്തിൽ നിന്നാണ് ഇത് കമ്മീഷൻ ചെയ്തത്. അപ്പോൾ ആന്ധ്രാപ്രദേശ് നമ്മുടെ ഈ ന്യൂസിൽ വന്നു. അപ്പോൾ നമുക്ക് ആന്ധ്രാപ്രദേശിൻ്റെ കുറച്ച് സ്റ്റാറ്റിക് GK നോക്കാം. ആന്ധ്രാപ്രദേശിൻ്റെ ക്യാപിറ്റലാണ് അമരാവതി. ആന്ധ്രാപ്രദേശ് ക്യാപിറ്റൽ അമരാവതി. ചീഫ് മിനിസ്റ്റർ YS ജഗൻമോഹൻ റെഡ്ഡിയാണ്. ഗവർണർ ബിശ്വഭൂഷൺ ഹരിചന്ദൻ. പിന്നെ പോപ്പിക്കോണ്ട നാഷണൽ പാർക്ക്, അതേപോലെ ശ്രീ വെങ്കടേശ്വര നാഷണൽ പാർക്ക്, ഇത് രണ്ടും ആന്ധ്രാപ്രദേശിലാണുള്ളത്. പിന്നെ കൗഡിന്യ വൈൽഡ് ലൈഫ് സാങ്ച്വറി, കൊറിംഗ വൈൽഡ് ലൈഫ് സാങ്ച്വറി, കൃഷ്ണ വൈൽഡ് ലൈഫ് സാങ്ച്വറി, കൊളേരു ബേർഡ് സാങ്ച്വറി, നെലപ്പട്ടു ബേർഡ് സാങ്ച്വറി, കമ്പലക്കോണ്ട വൈൽഡ് ലൈഫ് സാങ്ച്വറി, ഇതെല്ലാം ആന്ധ്രാപ്രദേശിലാണുള്ളത്. ഡാൻസ് ഫോം, ക്ലാസിക്കൽ ഡാൻസ് ഫോം ഓഫ് ആന്ധ്രാപ്രദേശ് കുച്ചിപ്പുടിയാണ്. അതേപോലെ ഫോക്ക് ഡാൻസ് കോലാട്ടമാണ്. അതേപോലെ ശ്രീശൈലം ടെമ്പിള്, വെങ്കടേശ്വര ടെമ്പിള്, കണിപ്പാക്കം ടെമ്പിള്, കനകദുർഗ ടെമ്പിൾ, ഇതൊക്കെ ആന്ധ്രാപ്രദേശിലാണുള്ളത്. അടുത്ത ന്യൂസ്, ഇന്ത്യൻ എയർഫോഴ്സ് ഇൻഡെക്സ് ബറാക്ക് 8 എയർ ഡിഫൻസ് സിസ്റ്റം ദാറ്റ് ക്യാൻ ഹിറ്റ് മൾട്ടിപ്പിൾ ടാർഗറ്റ്സ് 70 കിലോമീറ്റർ എവേ. അപ്പോൾ 70 കിലോമീറ്റർ ദൂരത്തിൽ സ്ഥിതി ചെയ്യുന്ന ടാർഗറ്റിനെ ഹിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ബറാക്ക് 8 ഡിഫൻസ് സിസ്റ്റം ഇന്ത്യൻ എയർഫോഴ്സ് ഇൻഡക്റ്റ് ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ദ ഇന്ത്യൻ എയർഫോഴ്സ് ഇൻഡക്റ്റഡ് എ മീഡിയം റേഞ്ച് സർഫസ് ടു എയർ മിസൈൽ സിസ്റ്റം കേപ്പബിൾ ഓഫ് നോക്കിംഗ് ഔട്ട് ഏരിയൽ ത്രെറ്റ്സ് സച്ച് ആസ് എനിമി ഫൈറ്റർ ജെറ്റ്സ്, മിസൈൽസ്, ഹെലികോപ്റ്റേഴ്സ് ആൻഡ് അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾസ് അറ്റ് എ റേഞ്ച് ഓഫ് 70 കിലോമീറ്റർ. India and Israel have jointly developed MRSAM or the Barak 8 air defense system. The missile is powered by a locally developed rocket motor and control. അപ്പോൾ അത് ഒരു റോക്കറ്റ് മോട്ടോർ കൺട്രോൾ വെച്ചിട്ടാണ് അത് പവേർഡ് ചെയ്യുന്നത്. അടുത്ത ന്യൂസ്, നാഷണൽ ഫോറസ്റ്റ് മാർട്ടയേഴ്സ് ഡേ ഇസ് മാർക്ക്ഡ് ഓൺ September 11. അതായത് September 11 നാഷണൽ ഫോറസ്റ്റ് മാർട്ടയേഴ്സ് ഡേ ആയിട്ട് മാർക്ക് ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതാണ് ആ ഡേ, നാഷണൽ ഫോറസ്റ്റ് മാർട്ടയേഴ്സ് ഡേ ആണ്. അപ്പോൾ ദ ഡേ ഈസ് ഒബ്സർവ്ഡ് ടു പേ ട്രിബ്യൂട്ട്സ് ടു ദോസ് ഹു ലേഡ് ഡൗൺ ദെയർ ലൈഫ്സ് ഇൻ ഓർഡർ ടു പ്രൊട്ടക്ട് ദ ജംഗിൾസ്, ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ഫയർ.
അപ്പോൾ ഈ കാട്ടുതീ അതേപോലെ ജംഗിൾ ഈ ഫോറസ്റ്റൊക്കെ പ്രിസർവ് ചെയ്യാൻ ജീവൻ പോലും പണയം വെച്ച് അതൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ളൊരു ഓർമ്മദിനായിട്ടാണ് ഈ നാഷണൽ ഫോറസ്റ്റ് മാർട്ടയേഴ്സ് ഡേ ആയിട്ട് ഒബ്സർവ് ചെയ്യുന്നത്. ദ ഡേറ്റ് ഓഫ് സെപ്റ്റംബർ 11 വാസ് ചോസൺ ആസ് ഓൺ ദിസ് ഡേറ്റ് ഇൻ 1730. ദ ഇൻഫേമസ് കെജാർലി മസാക്കർ ടുക്ക് പ്ലേസ്. During this tragic incident, people started cutting Kejarli trees on the orders of then King Maharaja Abhay Singh of Rajasthan. അപ്പോൾ ഈ ഒരു ഡേറ്റിൽ ആണിത്. The date of September 11 was chosen on this date in 1730. The infamous Kejarli massacre took place. Kejarli massacre എന്ന് തുടങ്ങിയെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഡ്യൂറിങ് ദിസ് ട്രാജിക് ഇൻസിഡൻറ്റ്, ഈ ഒരു ട്രാജിക് ഇൻസിഡൻറ്റിൽ പീപ്പിൾ ഈ കെജാർലി ട്രീസ് കട്ട് ചെയ്യാൻ തുടങ്ങി, ഈ കാട്ടിലത്തെ മരങ്ങളൊക്കെ കട്ട് ചെയ്യാൻ തുടങ്ങി. ഈ അഭയ് സിംഗ് ഓഫ് രാജസ്ഥാൻ, മഹാരാജ അഭയ് സിംഗിൻ്റെ ഉത്തരവ് കിട്ടിയപ്പോൾ. അതൊന്നും ഇമ്പോർട്ടൻ്റ് അല്ല, നമുക്ക് നാഷണൽ ഫോറസ്റ്റ് മാർട്ടയേഴ്സ് ഡേ ആണ് ഇമ്പോർട്ടൻ്റ്. അത് സെപ്റ്റംബർ 11 ഒബ്സർവ് ചെയ്യുന്നത്. അടുത്ത ന്യൂസ്, 6th എഡിഷൻ ഓഫ് NIRF റാങ്കിങ് 2021. IIT മദ്രാസ് ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ തേർഡ് ടൈം ഇൻ റോ. IISc ടോപ്പ് ഇൻ റിസർച്ച്. അപ്പോൾ 6th എഡിഷൻ NIRF റാങ്കിങ്ങിൻ്റെ 6th എഡിഷനിൽ IIT മദ്രാസിന് ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന അവാർഡ് മൂന്നാമത്തെ തവണ തുടർച്ചയായിട്ട് മൂന്നാമത്തെ തവണയാണിത് ലഭിക്കുന്നത്. IISc ആണ് ടോപ്പായിട്ട് നിൽക്കുന്നത്. റിസർച്ചിൻ്റെ കാര്യത്തിൽ IISc ആണ് ടോപ്പായിട്ട് നിൽക്കുന്നത്. IIT മദ്രാസ് ഹാസ് ക്രിയേറ്റഡ് ഹിസ്റ്ററി ഫോർ ബിക്കമിങ് ദ ബെസ്റ്റ് റാങ്കിങ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ തേർഡ് ടൈം ഇൻ എ റോ. അപ്പോൾ തുടർച്ചയായിട്ട് മൂന്നാമത്തെ തവണ കിട്ടുന്ന ഒരു റെക്കോർഡും കൂടി IIT മദ്രാസ് ക്രിയേറ്റ് ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഹാസ് ബീൻ ആൻ അൺഡിഫീറ്റഡ് ചാമ്പ്യൻ സിൻസ് 2019. 2019 തൊട്ടിട്ടാണ് IIT മദ്രാസിന് ഈ ഒരു അവാർഡ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. IISc ഹാസ് കണ്ടിന്യൂഡ് ടു ഒബ്റ്റെയിൻ ദ സെക്കൻഡ് റാങ്ക്. അപ്പോൾ IIScക്ക് സെക്കൻഡ് റാങ്ക്, കണ്ടിന്യൂസ് ആയിട്ട് സെക്കൻഡ് റാങ്കും കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. IISc യൂസ് ടു ബി ദ ബെസ്റ്റ് റാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻ 2018 ആൻഡ് ബിഫോർ. അപ്പോൾ 2018 അതിന് മുമ്പേ ഒക്കെ IISc ആയിരുന്നു നമ്പർ 1. അത് കഴിഞ്ഞിട്ട് IIT മദ്രാസിന് കിട്ടാൻ തുടങ്ങി 2019 മുതൽ. 19, 20, 21 ഈ വർഷത്തെയും കൂടി മദ്രാസിനാണ് കിട്ടിയിട്ടുള്ളത്. ഇൻ 6 years of NIRF, no other institute has got the top spot at. അപ്പോൾ ഇവർക്ക് രണ്ടാൾക്കും മാത്രമാണ് ടോപ്പ് സ്പോട്ട് കിട്ടിയിട്ടുള്ളൂ, വേറൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിനും ടോപ്പ് സ്പോട്ട് കിട്ടിയിട്ടില്ല. IISc ഫോളോഡ് ബൈ, അപ്പോൾ IIScയുടെ പിന്നാലെ തേർഡ് റാങ്ക് JNU ആണ്, അത് കഴിഞ്ഞിട്ട് BHU ആണ്. അപ്പോൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സിൽ ഇത്രയേ ഉള്ളൂ. സോ നമുക്ക് നാളത്തെ കറണ്ട് അഫയേഴ്സിൽ വീണ്ടും കാണാം. സോ താങ്ക് യു എവരി വൺ. താങ്ക് യു.